ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അതിലെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. 15 ഗ്രൂപ്പ് എലമെന്റ്സ്, 15ാം ഗ്രൂപ്പ് എലമെന്റ്സിൽ വരുന്ന ഒരു എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. 15 ഗ്രൂപ്പ് എലമെന്റ്സ്. 15ാം ഗ്രൂപ്പ് എലമെന്റ്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മിത്ത്, ഇത്ര എലമെന്റ്സ് ആണ്. അതിലെ നൈട്രജന്റെ ഒരു കോമ്പൗണ്ട് നമ്മൾ അമോണിയ പഠിച്ചു. അത് കൂടാതെ രണ്ടാമത് വരുന്ന ഒരു കോമ്പൗണ്ടാണ് നൈട്രിക് ആസിഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. HNO3 നൈട്രജന്റെ ഓക്സി ആസിഡ്സ് ആണ്. ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മസ്റ്റായിട്ട് H+ അയോൺസ് ഉണ്ടായിരിക്കും. ഓക്സിജനും കൂടി അടങ്ങിയിട്ടുള്ള ആസിഡ്സ് നൈട്രിക് ആസിഡ് HNO3. അപ്പൊ ഇതിനകത്ത് ഏതൊരു കോമ്പൗണ്ട് എടുത്താലും ഫസ്റ്റ് നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ പഠിച്ചിരിക്കുക. പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദെൻ സ്ട്രക്ചർ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ യൂസസ്. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നൈട്രിക് ആസിഡ് തന്നെ നോക്കാം. നൈട്രിക് ആസിഡിന്റെ ഫോർമുല പറഞ്ഞു, HNO3 എന്നുള്ളതാണ്. ഇത് വാട്ടർ മീഡിയത്തിൽ അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് H+ അയോൺസും NO3- അയോൺസുമാണ്. H+ അയോൺസ് വാട്ടറുമായി ചേർന്നിട്ട് H3O+ ഹൈഡ്രോണിയം അയോൺസ് പ്ലസ് NO3- അയോൺസ്. ഇതാണ് ഇതിന്റെ അയണൈസേഷൻ. ഇതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പോയിന്റ്സ് നോക്കി പോകാം. അപ്പൊ ഫസ്റ്റ് വൺ, നൈട്രിക് ആസിഡ്. നൈട്രജൻ ഫോംസ് ഓക്സോ ആസിഡ്സ് സച്ച് ആസ് ഹൈപ്പോനൈട്രസ് ആസിഡ് H2N2O2, നൈട്രിക് ആസിഡ് HNO3 ആൻഡ് നൈട്രസ് ആസിഡ് HNO2. അപ്പൊ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആസിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡും നൈട്രസ് ആസിഡുമാണ്. HNO2 ഉണ്ട്, HNO3 ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഇറ്റ് വാസ് കോൾഡ് അക്വാഫോർട്ടിക്സ്, മീൻസ് സ്ട്രോങ് വാട്ടർ, ബിക്കോസ് ഇറ്റ് അറ്റാക്സ് നിയർലി ഓൾ മെറ്റൽസ്. അതായത് നൈട്രിക് ആസിഡിനെ നമ്മൾ അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്നുണ്ട്. മിക്കവാറും എല്ലാ മെറ്റൽസുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് HNO3 ആണ്. ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ തന്നെയാണ് നോക്കുന്നത്. പ്രിപ്പറേഷൻ രണ്ട് തരത്തിലുള്ള പ്രിപ്പറേഷൻസ് പഠിക്കണം. ലാബ് പ്രിപ്പറേഷനും വേണം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ. അതുപോലെ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷനെയാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ലാബ് പ്രിപ്പറേഷൻ നോക്കാം. നൈട്രിക് ആസിഡിന്റെ ലാബ് പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് വൺ. അതായത് നമുക്കിവിടെ നൈട്രിക് ആസിഡ് HNO3 ആണ് വേണ്ടത്. നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ഓർക്കേണ്ടത്, ഇതിനകത്ത് H+ അയോൺസും NO3- അയോൺസും ഉള്ളതാണ് നൈട്രിക് ആസിഡ്. അപ്പൊ NO3- അയോൺസ് ഉള്ള സോൾട്ടുകളെ നമ്മൾ എടുക്കുക. ഏത് സോൾട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്? NO3- അയോൺസ് ഉള്ള സോൾട്ടുകൾ. ദാറ്റ് ഈസ് സോഡിയം നൈട്രേറ്റ്, NaNO3. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ NaNO3 എടുക്കുക, സോഡിയം നൈട്രേറ്റ്. അതിനകത്ത് Na+ അയോൺസും NO3- അയോൺസും. ഇനി H+ അയോൺസ് വരണം. അതിന് നമ്മൾ H+ അയോൺസ് തരാൻ വേണ്ടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4 എടുക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ H+ അയോൺസും ഉണ്ട്, HSO4- അയോൺസും ഉണ്ട്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് H+ഉം NO3യും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ HNO3 കിട്ടാൻ വരുന്നു. ബാക്കി വരുന്ന NAയും ഇതിനകത്ത് ബാലൻസ് ഒരു HSO4- ഉണ്ട്. ദാറ്റ് ഈസ് Na+ഉം HSO4- കൂടെ റിയാക്ട് ചെയ്യും. NaHSO4. ഇതായിരിക്കും അവിടെ കൂടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. When a reaction, അതായത് in the laboratory, nitric acid is prepared by heating potassium nitrate KNO3 or NaNO3. അതായത് NO3 അടങ്ങിയ സോൾട്ടുകൾ എടുക്കുന്നു, പൊട്ടാസ്യം നൈട്രേറ്റോ സോഡിയം നൈട്രേറ്റോ, വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു എബൌട്ട് ടെമ്പറേച്ചർ പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് 423 to 475 കെൽവിൻ ടെമ്പറേച്ചർ. NaNO3 + H2SO4 gives, ഇതിനകത്ത് H+ഉം NO3യും തമ്മിൽ ചേർന്ന് HNO3 കിട്ടുന്നു. ബാലൻസ് HSO4- ഉണ്ട്, Na+. ദാറ്റ് ഈസ് NaHSO4. ഇതാണ് ലാബ് പ്രിപ്പറേഷൻ. എന്നാൽ ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടൊരു പ്രോസസ് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വർഷവും എക്സാമിന് ഈ വേർഡ് നമുക്ക് ചോദിക്കുന്നതാണ്. മാനുഫാക്ചറിന് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിന്റെ പേരെന്താണ്, വൺ വേർഡ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നൈട്രിക് ആസിഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഈ വേർഡ് പഠിച്ചു വെക്കുക, ഓസ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓസ്വാൾഡ് പ്രോസസ്സിന്റെ പ്രത്യേകത, അതിനകത്ത് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഓസ്വാൾഡ് പ്രോസസ്സിന് സ്റ്റെപ്പ് 3 ആണുള്ളത്. ഈ 3 സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ നടത്തുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്സിഡേഷൻ ഓഫ്
അമോണിയ ടു നൈട്രിക് ഓക്സൈഡ്. അപ്പൊ നമ്മൾ ഈ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷന് വേണ്ടി എടുക്കുന്ന ആളുടെ പേര് അമോണിയ എന്നാണ്. അമോണിയാണ് എടുക്കുന്നത്, NH3 അമോണിയ. അതിന് ഓക്സിഡേഷൻ നടത്തുന്നു. അമോണിയ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നൈട്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് അമോണിയ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ടു ഗിവ് നൈട്രിക് ഓക്സൈഡ്. അപ്പൊ ഇവിടെ എയറിലുള്ള ഓക്സിജനുമായി അമോണിയ റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. സ്പെസിഫിക് ആയിട്ടൊരു കാറ്റലിസ്റ്റ് പറയുന്നുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം റോഡിയം ഗോൾഡ് കാറ്റലിസ്റ്റ് ആണ്. 9:1 പ്രൊപ്പോർഷനായിട്ട് എടുക്കുന്നു. ഇതിന്റെ ടെമ്പറേച്ചർ 500 കെൽവിൻ ടെമ്പറേച്ചർ, 9 ബാർ പ്രഷർ. നൈട്രജനും ഓക്സിജനും കൂടെ ചെന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചെന്ന് വാട്ടർ ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സാണ്. ΔH -90 കിലോ ജൂൾ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇവിടെ കിട്ടുന്ന നൈട്രിക് ഓക്സൈഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു നൈട്രജൻ ഡയോക്സൈഡ്, NO2 ആക്കി മാറ്റുന്നു. അതിന് ഓക്സിഡേഷൻ ആണ് വേണ്ടത്. ഓക്സിഡേഷൻ ഓഫ് NO to NO2, നൈട്രിക് ഓക്സൈഡിനെ നൈട്രജൻ ഡയോക്സൈഡ് ആക്കി ഓക്സിഡേഷൻ നടത്തുന്നു. അതിന്റെ ദ നൈട്രിക് ഓക്സൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു നൈട്രജൻ ഡയോക്സൈഡ് ബൈ എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. അതും ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് NO2 കിട്ടിക്കഴിഞ്ഞാൽ ആ NO2നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ HNO3 ആക്കി മാറ്റാം. അതായത് HNO3 എന്ന് പറയുന്നത് NO2 ഇൻ വാട്ടർ ആണ്. NO2 ഇൻ H2 ചേരുമ്പോൾ കിട്ടുന്നതാണ് HNO3 എന്ന് പറയുന്നത്. ഇപ്പൊ തേർഡ് സ്റ്റെപ്പില് ഫോർമേഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഗീവ് 68% നൈട്രിക് ആസിഡ്. ആ കിട്ടുന്ന നൈട്രിക് ആസിഡിനകത്ത് നൈട്രിക് ആസിഡിന്റെ അളവ് 68% ആണ്. ഇക്വേഷൻ NO2 plus H2 gives HNO3 plus NO. നൈട്രിക് ഓക്സൈഡും കൂടെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഫർദർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് 98% നൈട്രിക് ആസിഡ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡീഹൈഡ്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് 68% നൈട്രിക് ആസിഡ് ആണ്. ഈ 68% നൈട്രിക് ആസിഡിനെ നമുക്ക് 98% നൈട്രിക് ആസിഡ് ആക്കണം. എന്ന് വെച്ചാൽ നൈട്രിക് ആസിഡിനകത്ത് വാട്ടർ കണ്ടന്റ് കുറയ്ക്കുക, വാട്ടറിന്റെ അളവ് കുറച്ചുകൊണ്ട് കോൺസെൻട്രേഷൻ നൈട്രിക് ആസിഡ് കൂട്ടിയെടുക്കുക. ദാറ്റ് ഈസ് 98% ആക്കാൻ വേണ്ടി അതിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡീഹൈഡ്രേഷൻ. ഒരു ബെസ്റ്റ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഡീഹൈഡ്രേഷൻ നടത്തുന്നു. ഈ 3 സ്റ്റെപ്പുകൾ ചേർന്നതാണ് ഓസ്വാൾഡ് പ്രോസസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അമോണിയ എടുക്കുന്നു. അമോണിയയിൽ നിന്നുമാണ് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ അമോണിയയെ ഓക്സിഡേഷൻ നടത്തി നൈട്രിക് ഓക്സൈഡ്, ദെൻ നൈട്രിക് ഓക്സൈഡിനെ വീണ്ടും ഓക്സിഡേഷൻ നടത്തി നൈട്രജൻ ഡയോക്സൈഡ്, എഗെയിൻ അതിനെ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു ഗിവ് 68% നൈട്രിക് ആസിഡ്. അതിനെ 98% ആക്കാൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഡീഹൈഡ്രേഷൻ നടത്തുക. ഇത്രയുമാണ് അതിനകത്ത് പ്രിപ്പറേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ദെൻ അതിന്റെ ഒരു സ്ട്രക്ചർ കൂടി നോക്കണം. ദെൻ ഇത് ഓസ്വാൾഡ് പ്രോസസ്സിന്റെ ഒരു ചാർട്ട് ആണ്, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. നമുക്ക് ഈ 3 സ്റ്റെപ്പ് നന്നായി പഠിച്ചു വെച്ചിരുന്നാൽ മതി. ദെൻ അടുത്ത സ്ട്രക്ചർ ഓഫ് നൈട്രിക് ആസിഡ്. ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് നൈട്രിക് ആസിഡ് ഹാസ് എ പ്ലനാർ സ്ട്രക്ചർ. നൈട്രിക് ആസിഡ് ഒരു പ്ലനാർ സ്ട്രക്ചർ ആണ് വരുന്നത്. അതായത് നൈട്രിക് ആസിഡ് HNO3, നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് HNO3 ആണ്. അയണൈസ് ചെയ്ത H+ അയോൺസും NO3- അയോൺസും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ NO3- ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ചോദിച്ചാലും HNO3 ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അതെവിടെ എന്തായാലും സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജന്റെ പ്രത്യേകത ബാലൻസ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണ് നൈട്രജനകത്തുള്ളത്. 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് ഡൈവാലന്റ് ആണ്. 2 ഇലക്ട്രോൺസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. അങ്ങനെ 2 ഓക്സിജനുമായിട്ട് അത് ബോണ്ട് ഫോം ചെയ്യുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ടല്ല OH-മായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബൈവാലന്റ് ആണെങ്കിലും ഈ ഓക്സിജൻ ഒരു ബോണ്ട് ഹൈഡ്രജനുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ സിംഗിൾ വാലൻസി മാത്രം മതി. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അടുത്ത OH ബോണ്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓക്സിജന് 2 ബോണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഒന്ന് ഈ ഇലക്ട്രോണുമായിട്ടും ഒന്ന് ഈ ഹൈഡ്രജനുമായിട്ടും ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് എത്ര ബോണ്ടിങ് ടെൻഡൻസി ആണുള്ളത്? 1, 2, 3 ബോണ്ടിങ് ടെൻഡൻസി ആണുള്ളത്. 3 ബോണ്ടിങ് ടെൻഡൻസി ആണ്. ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. നോർമൽ വേയിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ദർ ഇസ് നോ ലോൺ പെയർ ആണെങ്കിൽ പ്ലനാർ സ്ട്രക്ചർ ആയിരിക്കും. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, പ്ലനാർ സ്ട്രക്ചർ ആണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നൈട്രജനെ നമ്മൾ സെൻട്രൽ കൊടുക്കുന്നു. പ്ലനാർ സ്ട്രക്ചർ വരികയാണ്. 3 ഓക്സിജനുമായിട്ട് അതിന് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു പ്ലനാർ സ്ട്രക്ചർ എന്ന് ഒരിടത്ത് 2 ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, ശരിക്കും പറഞ്ഞാൽ 2 ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ആണ് വരുന്നത്. ബാക്കി ഒരു പോയിന്റിൽ ഓക്സിജൻ
എച്ച് OH ബോണ്ട് ചെയ്തിരിക്കുന്നത് OH. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരേണ്ടത്. ദാറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസേഷൻ പ്ലെനാർ സ്ട്രക്ചർ. ഇത് തന്നെയാണ് വരയ്ക്കുന്നത്. O- ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നെങ്കിൽ നൈട്രജൻ സെന്ററിൽ കൊടുക്കുക, ഡബിൾ ബോണ്ട് ഓക്സിജൻ, അടുത്ത ഡബിൾ ബോണ്ട് ഓക്സിജൻ, ദെൻ ഇവിടെ O- എന്ന് കൊടുത്താലും മതി. NO3- ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, HNO3 ആണെങ്കിൽ ഈ രണ്ടും ഹൈബ്രിഡൈസേഷൻ ഒന്ന് തന്നെയാണ്. ഒരിടത്ത് O- എന്ന് കൊടുക്കുന്നു, അവിടേക്ക് H+ അയോൺസിനെയും കൂടെ കൊടുത്തുകൊണ്ട് OH ആക്കി എഴുതുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. ദാറ്റ് ഈസ് നമുക്ക് സ്ട്രക്ചർ ഒന്നുകൂടി നോക്കാം. നൈട്രജൻ സെൻട്രൽ ആറ്റം ഒരു ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു, അടുത്തൊരു ഓക്സിജനുമായിട്ട്. ദറ്റ് ഈസ് വിത്ത് ആംഗിൾ 130 ഡിഗ്രി ആണ് അവിടുത്തെ ബോണ്ട് ആംഗിൾ. നൈട്രജൻ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 12 pm ആണ്, കാരണം അത് ഡബിൾ ബോണ്ട് ആണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് നൈട്രജൻ OH ബോണ്ട് ചെയ്തിരിക്കുന്നത്. OH നൈട്രജൻ OH ബോണ്ട് ചെയ്തിരിക്കുന്നു. ഓക്സിജൻ അടുത്ത ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഈ നൈട്രജൻ സിംഗിൾ ബോണ്ട് വരുന്ന നൈട്രജൻ ഓക്സിജന്റെ ലെങ്ത് 140.6 pm ആണ്, പൈക്കോമീറ്റർ ആണ്. ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് 96 pm ആണ്. ദെൻ ഇവിടെ OH ഉണ്ടാകുന്ന ബോണ്ട് ആംഗിൾ 102 ഡിഗ്രി ആംഗിളുമാണ്. എന്തായാലും sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, പ്ലെനാർ സ്ട്രക്ചർ ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നൈട്രിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസും വേണം, കെമിക്കൽ പ്രോപ്പർട്ടീസും വേണം. നൈട്രിക് ആസിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആസിഡ് ലിക്വിഡ് ആണ്, ശരിക്കും കളർ ഇല്ലാത്ത ഒരു ലിക്വിഡ് ആണ്. പ്യുവർ നൈട്രിക് ആസിഡ് ഈസ് എ കളർലെസ് ലിക്വിഡ്. സാധാരണ പ്യുവർ ആയിട്ടുള്ള നൈട്രിക് ആസിഡ് എടുത്താൽ അതിന് നിറമൊന്നും കാണില്ല. പക്ഷെ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന നൈട്രിക് ആസിഡ് പലപ്പോഴും അതിന്റെ ബോട്ടിൽ തുറക്കുമ്പോൾ ചെറിയൊരു യെല്ലോ കളർ കാണാം. അതായത് ഇംപ്യൂർ നൈട്രിക് ആസിഡ് ഉണ്ട്. ഇംപ്യൂർ നൈട്രിക് ആസിഡിന് കാരണം ഇംപ്യൂർ നൈട്രിക് ആസിഡിനാണ് യെല്ലോ കളേർഡ് ആയിട്ട് കാണപ്പെടുന്നത്. അതിന് കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ആസ് ഇംപ്യൂരിറ്റി. അതിനകത്ത് എന്താണ് ഇംപ്യൂരിറ്റി എന്ന് ചോദിച്ചാൽ നൈട്രജൻ ഡയോക്സൈഡ് ആണ്, NO2 ആണ് ഇംപ്യൂരിറ്റി ആയിട്ട് കാണപ്പെടുന്നത്. നൈട്രിക് ആസിഡ് കണ്ടെയ്നിങ് ഡിസോൾവ്ഡ് നൈട്രജൻ ഡയോക്സൈഡ് ഈസ് നോൺ ആസ് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്. ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് നല്ല പുകഞ്ഞു വരുന്ന, അതായത് നൈട്രിക് ആസിഡിന്റെ ബോട്ടിൽ തുറക്കുമ്പോൾ ചെറുതായിട്ട് പുക മുകളിലേക്ക് വരുന്ന കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ്. അപ്പൊ നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്ന നൈട്രിക് ആസിഡിനെ പറയുന്ന പേരാണ് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് കണ്ടെയ്നിങ് ഡിസോൾവ്ഡ് നൈട്രജൻ ഡയോക്സൈഡ് NO2 ഈസ് നോൺ ആസ് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്. ഇനി ഈ നൈട്രിക് ആസിഡിന്റെ പ്രത്യേകത നമ്മുടെ സ്കിന്നിലെങ്ങാണ് വീണ് കഴിഞ്ഞാൽ ഒരു കൊറോസീവ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. That is, nitric acid has a corrosive effect on skin and produces painful blisters. ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഇന്ന് 2 കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ട് പഠിക്കാം. അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻസ് ആണ് നോക്കേണ്ടത്. നൈട്രിക് ആസിഡ് ആണ് നമുക്കറിയാം. ആസിഡ് അയണൈസ് ചെയ്ത H+ അയോൺസും NO3- അയോൺസും കിട്ടുമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അതിന്റെ ഒരു അസിഡിക് നേച്ചർ, ആസിഡ് ആണ്. ഇൻ അക്വസ് സൊല്യൂഷൻസ് നൈട്രിക് ആസിഡ് ഗെറ്റ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ടു ഫോം H3O+ അയോൺസ് ആൻഡ് NO3- അയോൺസ്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. HNO3 സൊല്യൂഷൻ, വാട്ടർ സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് അത് അയണൈസ് ചെയ്യുമ്പോഴത്തേക്ക് H+ അയോൺസ് ഫോം ചെയ്യും. അത് വാട്ടറുമായി ചേർന്ന് H3O+ അയോൺസും ബാലൻസ് NO3- അയോൺസ് ഫോം ചെയ്യും. അപ്പോൾ ഇതിന് പ്രത്യേക അസിഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് ഇത് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് സോൾട്ടുകളെ തരും. ഒരു H+ അയോൺസിനെ തരുന്നത് കൊണ്ട് ഒരു സീരീസ് ഓഫ് സോൾട്സുകളായിരിക്കും തരുന്നത്. അതായത് മോണോ ആയിട്ടുള്ളവരായിരിക്കും തരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബേസ് ആണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ സ്ട്രോങ് ബേസ്. സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് HNO3 റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന NaNO3+H2O എന്ന് പറയുന്നതാണ്. ആ റിയാക്ഷൻ നമുക്കൊന്നുകൂടെ നോക്കാം. അസിഡിക് നേച്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഒരു സ്ട്രോങ് ബേസ് NaOHുമായിട്ട് HNO3 സ്ട്രോങ് ആസിഡായ നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നു. ദെൻ Na+ അയോൺസ് OH- അയോൺസ്, ഇവിടെ H+ അയോൺസ് NO3- അയോൺസ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ NaNO3 ചേരും പ്ലസ് മൈനസുമായിട്ട്. ദാറ്റ് ഈസ് NaNO3 അതൊരു സോൾട്ട് ആണ്. ദെൻ ബാക്കി H+ OHും കൂടെ ചേർന്നിട്ട് H2 വാട്ടറും കിട്ടും. അതായത് ഒരു സോൾട്ടേ ഫോം ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത മറ്റൊരു എക്സാമ്പിൾ ആണ് Na2CO3. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഉള്ളതാണ്. പ്ലസ് ആസിഡ് HNO3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുന്നത് Na+ഉം രണ്ട് Na+ കിട്ടും. ദാറ്റ് ഈസ് 2 ഉണ്ട് ഇവിടെ. CO3 2- ആണ് വരുന്നത്. ദെൻ H+ഉം NO3-ഉം. ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് NaNO3 നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ NaNO3+ ഇവിടെ CO3 2- ഇല്ലേ, ഇതിൽ നിന്നും CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടും പ്ലസ്
ഹൈഡ്രജനും ബാലൻസുള്ള ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ H2O കിട്ടും. ഇതായിരിക്കും ഇവിടെയും ഒരു സോൾട്ട് ആണ് ഫോം ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് വാട്ടർ ഫോം ചെയ്യുന്നു. ഇതിന്റെ അസിഡിക് നേച്ചർ ആണ്. ഇത് ആസിഡ് ആയതുകൊണ്ട് ബേസുമായി ചേർന്ന് സോൾട്ട് ഫോം ചെയ്യുന്നു. അസിഡിക് നേച്ചർ എന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിക്കുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. നൈട്രിക് ആസിഡ് HNO3 എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ള ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അതിന് ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ബെസ്റ്റ് ഓക്സിഡൈസിങ് നൈട്രിക് ആസിഡ് ആണെങ്കിലും സൾഫ്യൂരിക് ആസിഡ് H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലും KMNO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന കോമ്പൗണ്ട്സിലൊക്കെ തന്നെ ഓക്സിജൻ കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പൊ അവർക്ക് ഓക്സിജനെ തരാനുള്ള കഴിവുണ്ട്. സോ ഈ പറഞ്ഞ കോമ്പൗണ്ട്സുകളൊക്കെ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്സിഡൈസിങ് ക്യാരക്ടർ ഉണ്ട്. ആ ഓക്സിഡൈസ് ചെയ്യുന്ന മെറ്റൽസിനെ നോൺ മെറ്റൽസിനെ എല്ലാവരെയും ഓക്സിഡൈസ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് പിന്നെ യൂസസ് ഇത് രണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.